ഹായ് ഫ്രണ്ട്സ്, സെലീസ് വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പലപ്പോഴും ഒരു യാത്രയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് പ്രകൃതിയുടെ മറ്റൊരു അത്ഭുതത്തിലേക്കാണ്. ഈ യാത്ര നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കാണ് യാത്ര. മേഘങ്ങൾക്കിടയിലൂടെ നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് യാത്രയുടെ ലക്ഷ്യം. ബന്ദിപ്പൂർ കാടിന്റെ ഉള്ളിലെ ഏറ്റവും ഉയരം കൂടിയ കുന്ന് ഹിമവത് ഗോപാലസ്വാമി ബെട്ട. കേരളത്തിൽ നിന്ന് ഗുണ്ടൽപേട്ട് വഴിയാണ് ഞങ്ങളുടെ യാത്ര. ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീൽ തുടങ്ങും. ഹങ്കള വില്ലേജ് കഴിഞ്ഞ് മുകളിലേക്കുള്ള വഴി ഒരു ചെക്ക് പോസ്റ്റിൽ അവസാനിക്കും. ചില യാത്രകൾ വെറും ഒരു സ്ഥലത്തേക്ക് പോകുന്നതല്ല, മനസ്സിന് ശാന്തി തേടിയുള്ള ഒരു യാത്രയാണ്. ലക്ഷ്യസ്ഥാനത്തേക്കാൾ ആ യാത്രയുടെ ഓരോ നിമിഷവും കൊണ്ടാണ് അത് മനോഹരമാവുന്നത്. കർണാടകയിലെ ഹിമവത് ഗോപാലസ്വാമി ഹിൽസ് അത്തരത്തിലൊരു സ്ഥലമാണ്. എത്ര തവണ കണ്ടാലും വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന, എത്ര പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളുടെ നാടാണത്. കേരളത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച് കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലേക്കാണ് എത്തിയത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1450 മീറ്റർ ഉയരത്തിൽ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ ഹൃദയഭാഗത്താണ് ഈ മനോഹരമായ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. വർഷം മുഴുവൻ മഞ്ഞ് പുതച്ചു നിൽക്കുന്ന ഈ പ്രദേശം കണ്ടാൽ മേഘങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ തോന്നും. മലയുടെ അടിവാരത്തെത്തിയാൽ അവിടെ ഒരു പാർക്കിംഗ് ഏരിയയുണ്ട്. അതിനുശേഷം സ്വകാര്യ വാഹനങ്ങൾക്ക് മുകളിലേക്ക് പ്രവേശനമില്ല. വന്യജീവി സംരക്ഷണത്തിന്റെ ഭാഗമായി സർക്കാർ അനുവദിച്ച ബസ്സുകളിലാണ് മുകളിലേക്ക് പോകേണ്ടത്. ആ ബസ് യാത്രയും അതിമനോഹരമാണ്. ബസ്സിൽ കയറി തുടങ്ങുന്ന നിമിഷം മുതൽ മറ്റൊരു ലോകത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. KSRTC ബസ്സിൽ കയറി മുകളിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഒരു അഡ്വഞ്ചർ ഫീലാണ്. ഒരു വശത്ത് കൊക്ക, മറുവശത്ത് കൊടും കാട്. ഓരോ വളവിലും ഹൃദയമൊന്ന് പിടയും. വഴി മുഴുവൻ ഇടതൂർന്ന മരങ്ങൾ. ചില കയറ്റങ്ങൾ അത്രയും കുത്തനെയാണ്, ഒരു നിമിഷം ശ്വാസം പിടിച്ചു പോവും. ചെറിയൊരു പേടിയുണ്ടാവും. ഇടയ്ക്കിടെ റോഡ് മുറിച്ചു കടക്കുന്ന കാട്ടാനകൾ, മാൻകൂട്ടങ്ങൾ. ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള ഈ യാത്ര ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഡ്രൈവർമാർക്ക് ഈ വഴി കാണാപ്പാടമാണെങ്കിലും ആദ്യമായി വരുന്ന ഞങ്ങൾക്ക് ഓരോ ടേണും ഒരു സർപ്രൈസ് ആയിരുന്നു. മലകളെ പൊതിഞ്ഞു നിൽക്കുന്ന കട്ടിയുള്ള മഞ്ഞ്, മേഘങ്ങൾക്കിടയിലൂടെ തെളിയുന്ന സൂര്യകിരണങ്ങൾ, ഇതെല്ലാം ചേർന്ന് വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്ത ഒരനുഭൂതി നമുക്ക് സമ്മാനിക്കുന്നു ഈ യാത്ര. വർഷം മുഴുവൻ മഞ്ഞ് പുതച്ചു നിൽക്കുന്ന ഈ മലനിരകൾക്ക് അതുകൊണ്ടാണ് ഹിമവത്, അതായത് മഞ്ഞു മൂടിയ മല എന്ന പേര് ലഭിച്ചത്. ഈ കാഴ്ച കാണാൻ പോരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ കഴിയുന്നത്ര നേരത്തെ എത്താൻ ശ്രമിക്കുക. കാരണം ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം പുലർച്ചെയാണ്. സൂര്യൻ പൂർണ്ണമായി ഉദിക്കുന്നതിന് മുമ്പുള്ള സമയമാണ് ഇവിടെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ. തണുത്ത കാറ്റ്, മലകളെ പൊതിഞ്ഞു നിൽക്കുന്ന കട്ടിയുള്ള മഞ്ഞ്, മേഘങ്ങൾക്കിടയിലൂടെ തെളിയുന്ന സൂര്യകിരണങ്ങൾ. മുകളിലെത്തുന്തോറും കോടമഞ്ഞ് ഞങ്ങളെ പൊതിയാൻ തുടങ്ങി. മുന്നിൽ കാണുന്ന വഴി പോലും അപ്രത്യക്ഷമാകുന്ന അത്ര കട്ടിയുള്ള മഞ്ഞ്. ചെടികളിലും മരക്കൊമ്പുകളിലും പായൽ പോലെ പടർന്നു കിടക്കുന്ന മോസ്, തണുത്ത കാറ്റ്, നനഞ്ഞ പുൽമേടുകൾ, ഇതെല്ലാം ചേർന്നൊരു സ്വപ്ന ലോകം പോലെ തോന്നി. ചില നിമിഷങ്ങളിൽ നമ്മുടെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആളെ പോലും വ്യക്തമായി കാണാൻ കഴിയാത്തത്ര കനത്ത മഞ്ഞ്. തണുത്ത കാറ്റ് മുഖത്തേക്കടിക്കുമ്പോൾ ശരീരം മുഴുവനും കുളിർമയാകും. ആ കാറ്റിലൊരു പ്രത്യേക ശുദ്ധിയുണ്ട്. മനസ്സിലെല്ലാ ഭാരവും കൊണ്ടുപോകുന്ന ഒരു സ്പർശം. കുറച്ചു നേരം കണ്ണുകളടച്ച് ആ കാറ്റ് മാത്രം അനുഭവിച്ചാൽ മതി. പ്രകൃതി നമ്മോട് സംസാരിക്കുന്നത് പോലെ തോന്നും. മഞ്ഞ് വന്ന് മുഖത്ത് തഴുകും. മേഘങ്ങൾ നമ്മളെ കടന്നു പോകും. ആ നിമിഷങ്ങളിൽ നമ്മൾ ഭൂമിയിലാണോ മേഘങ്ങൾക്കിടയിലാണോ എന്ന് പോലും സംശയിച്ചു പോകും. മഞ്ഞുകൾക്ക് ചുറ്റും പായൽ പിടിച്ച മരങ്ങൾ. ഈ മരങ്ങൾ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കാലം എത്ര കടന്നു പോയാലും പ്രകൃതി അതിൻ്റെ സൗന്ദര്യം ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല. ഓരോ കൊമ്പും ഓരോ ഇലയും ഓരോ കാറ്റും ഒരു കഥ പറയുന്നത് പോലെ തോന്നി. യാത്രകൾ പുതിയ സ്ഥലങ്ങൾ കാണാൻ മാത്രമല്ല, നമ്മെ നമ്മളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാനും കൂടിയുള്ളതാണ്. ഇവിടെ കുറച്ച് നിമിഷങ്ങൾ നിന്നപ്പോൾ മനസ്സിന് ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെട്ടു. ഈ ഉയരത്തിൽ നിൽക്കുമ്പോൾ താഴെയുള്ള ലോകത്തിൻ്റെ തിരക്കൊന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നത് കാറ്റിൻ്റെ സംഗീതം മാത്രം. ഇത്തരം സ്ഥലങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ ചിലപ്പോൾ ഒന്ന് പതുക്കെ നടക്കണം. അപ്പോഴാണ് ചുറ്റുമുള്ള സൗന്ദര്യം ശരിക്കും കാണാൻ കഴിയുക.
ഹിമവത് ഗോപാലസ്വാമി ബെറ്റ ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് മനസ്സ് നിറക്കുന്ന ഒരു അനുഭവമാണിത്. ഇവിടുത്തെ കാറ്റിൻ്റെ ശബ്ദങ്ങളും മഞ്ഞ് മുഖത്ത് തഴുകുമ്പോഴുണ്ടാവുന്ന സന്തോഷവും ക്യാമറയിൽ പകർത്താൻ കഴിയില്ല. ചില സന്തോഷങ്ങൾ ഹൃദയത്തിൽ മാത്രം സൂക്ഷിക്കാൻ കഴിയുന്ന അനുഭവങ്ങളാണ്. അവ അനുഭവിച്ചറിയുവാനുള്ളതാണ്. തിരക്കു പിടിച്ച ജീവിതത്തിൽ നിന്ന് മനസ്സിന് ചെറിയ ഇടവേള നൽകുന്ന സ്ഥലമാണിത്. പ്രകൃതിയെ സ്നേഹിക്കുന്നവരും ഫോട്ടോഗ്രാഫർമാരും ട്രാവൽ പ്രേമികളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരത്ഭുതമാണിത്. ഹിമവത് ഗോപാലസ്വാമി ഹിൽസ് ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, പ്രകൃതിയും ആത്മീയതയും ഒരുമിച്ച് കൈകോർക്കുന്ന ഒരു അനുഭവമാണത്. അത് മലമുകളിലൂടെ ഒഴുകിയെത്തുന്ന തണുത്ത കാറ്റ്, മഞ്ഞിൽ മറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രം, പച്ചപ്പിൻ്റെ അനന്തമായ കാഴ്ചകൾ, ഇവയെല്ലാം മനസ്സിനെ പതിയെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ശ്രീകൃഷ്ണൻ്റെ ഗോപാലസ്വാമി രൂപത്തെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം അനേകം ഭക്തരുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. ഇവിടെ എത്തുന്ന പലർക്കും ഇതൊരു യാത്ര മാത്രമല്ല, ഒരു ആത്മീയമായ അനുഭവം കൂടിയാണ്. ആ ക്ഷേത്രമുറ്റത്ത് കുറച്ചു നേരം നിശബ്ദമായി നിൽക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഫീലിംഗാണ് നമുക്കുണ്ടാവുക. ഈ മൂടൽമഞ്ഞിൻ്റെ നടുവിൽ ഏകദേശം 700 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട്. ശ്രീ ഗോപാലസ്വാമി അഥവാ ഭഗവാൻ കൃഷ്ണന്റെ ക്ഷേത്രമാണത്. ഈ പുരാതന ക്ഷേത്രം 14-ാം നൂറ്റാണ്ടിൽ ഹൊയ്സള കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. ഹൊയ്സള രാജവംശത്തിലെ ബല്ലാള രാജാവ് 14-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണിത്. പണ്ട് ദക്ഷിണ ഗോവർദ്ധനഗിരി, കമലാചലം എന്നീ പേരുകളിലും ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നു. ഭഗവാന്റെ വിഗ്രഹത്തിന്റെ നെറ്റിയിൽ എപ്പോഴും ഒരു തണുത്ത മൂടൽമഞ്ഞ് ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പിന്നീട് മൈസൂർ വടയാർ രാജാക്കന്മാരും ക്ഷേത്രത്തിന് സംരക്ഷണവും പിന്തുണയും നൽകി. ക്ഷേത്രത്തെക്കുറിച്ച് ഒരു ഐതിഹ്യവും പ്രചരിക്കുന്നുണ്ട്. മഹർഷി അഗസ്ത്യൻ ഇവിടെ തപസ് ചെയ്തപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും അഗസ്ത്യ മഹർഷിയുടെ അഭ്യർത്ഥന പ്രകാരം ഗോപാലസ്വാമിയായി ഈ മലയിൽ വാഴാമെന്ന് അനുഗ്രഹിച്ചുവെന്നുമാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഭക്തർക്കിടയിൽ വളരെ വിശുദ്ധമായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ എത്തുന്നവർ ക്ഷേത്ര ദർശനത്തിനൊപ്പം പ്രകൃതിയുടെ അത്ഭുത സൗന്ദര്യവും ആസ്വദിക്കാനാണ് വരുന്നത്. മൂടൽമഞ്ഞും പച്ചപ്പും നിശബ്ദതയും ചേർന്ന് ഈ മല നൽകുന്ന അനുഭവം ശരിക്കും വ്യത്യസ്തമാണ്. ഓരോ യാത്രയും നമ്മെ പുതിയ സ്ഥലങ്ങളിലേക്ക് മാത്രമല്ല, പുതിയ അനുഭവങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. ഹിമവത് ഗോപാലസ്വാമി ബെറ്റ പ്രകൃതിയും നിശബ്ദതയും ആത്മീയതയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ ഇടമാണ്. ഈ യാത്രയുടെ ഓർമ്മകൾ മനസ്സിൽ എന്നും ഉണ്ടാകും. ഒരിക്കൽ അവസരം കിട്ടിയാൽ നിങ്ങളും ഈ സ്ഥലം തീർച്ചയായും സന്ദർശിക്കണം. ചില യാത്രകൾ ലക്ഷ്യസ്ഥാനത്ത് അവസാനിക്കുന്നില്ല, അവ മനസ്സിൽ തുടരുന്നു. ഹിമവത് ഗോപാലസ്വാമി ബെറ്റയിലേക്കുള്ള ഈ യാത്രയും അങ്ങനെ ഒരു അനുഭവമാണ്. ഈ കാഴ്ചകളും ഈ തണുത്ത കാറ്റും ഈ ശാന്തതയും ഈ യാത്ര അവസാനിച്ചാലും ഒരിക്കലും മനസ്സിൽ നിന്ന് മായുകയില്ല. കേരളത്തിൽ നിന്ന് ഇത്ര ദൂരം യാത്ര ചെയ്ത് ഈ വളവും തിരിവും കടന്ന് കോടമഞ്ഞിലൂടെ നടന്ന് ഈ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഉണ്ടായ ഫീലിങ്സ് വാക്കുകൾക്കപ്പുറമാണ്. ചില യാത്രകൾ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ അവസാനിക്കില്ല, തിരിച്ചുള്ള വഴിയിലാണ് അവ ശരിക്കും തുടങ്ങുന്നത്. ഹിമവത് ഗോപാലസ്വാമി ഹിൽസിൻ്റെ മുകളിലിരുന്ന് മേഘങ്ങളെ തൊട്ട ആ നിമിഷങ്ങൾ, പുരാതനമായ ഗോപാലസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ മനസ്സ് ശാന്തമായി നിന്ന നിമിഷങ്ങൾ, പ്രകൃതിയുടെ ആ നിശബ്ദ സംഗീതം, ഇതെല്ലാം മനസ്സിൽ നിറച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കേരളത്തിലേക്ക് മടങ്ങുന്നത്. യാത്രകൾ അങ്ങനെയാണ്. അവ നമ്മളെ ഒരിടത്ത് എത്തിക്കുക മാത്രമല്ല, നമ്മെ നമ്മളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും. നഗരത്തിൻ്റെ തിരക്കുകളിൽ ജീവിക്കുമ്പോൾ ജീവിതം പലപ്പോഴും ഒരു ഓട്ടമായി മാറുന്നു. സമയം പിന്തുടരുന്ന ജീവിതത്തിൽ ഒരു നിമിഷം പോലും നമ്മളോട് സംസാരിക്കാൻ മറന്നു പോകുന്നു. അപ്പോഴാണ് ഒരു യാത്ര നമ്മളെ വിളിക്കുന്നത്. മലകളിലേക്ക്, കാടുകളിലേക്ക്, മേഘങ്ങൾക്കിടയിലേക്ക്, ശാന്തതയിലേക്ക്. അവിടെ ചെന്നാൽ മനസ്സിലാവും ജീവിതത്തിന് ഇത്രയും സൗന്ദര്യമുണ്ടായിരുന്നോ എന്ന്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.